നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് വേണ്ടതെന്ന്. പക്ഷെ നമ്മൾ അത് സ്വീകരിക്കാതെ നമ്മൾക്ക് എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഞാൻ ഇന്നോടത്ത് പോയി ഇന്ന പ്രാർത്ഥിച്ചു, ഇന്നതോ വേണ ചൊല്ലി കിട്ടി, ഉദ്ദിഷ്ട കാര്യം സാധിച്ചു, ഉപകാരസ്മരണ കഴിച്ചു. പക്ഷേ എന്തോ ഒരു വിഡ്ഢിത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സ്വർഗം നോക്കി ചിരിക്കണമെന്ന് പറയുന്നത്. സ്വർഗം നമ്മളെ നോക്കി ചിരിക്കണം. കാരണം ആ പിതാവ് വളരെ നല്ല, ഇതിനേക്കാളും ഉത്കൃഷ്ടമായ ചില കാര്യങ്ങൾ നമുക്കവിടെ ഉണ്ടാക്കി വെച്ചത് അവിടെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി എന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വസിക്കുക. അങ്ങനെ ഒരു ദൈവം, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ടെന്നോ? ഇപ്പോഴും മനസ്സിലാവണില്ല അത്, ഇല്ലേ? ഒരു കന്യാസ്ത്രീ അവിടെ നിന്ന് ചിരിക്കുകയാണ്. അപ്പം നമുക്കൊന്നും ചെയ്യണ്ടെന്നോ? ക്ഷമിക്കണേ സിസ്റ്റർമാരെ, ഒന്നും ചെയ്യണ്ടെന്നോ? താൻ ബാധി ദൈവം ബാധി വേണ്ടേ? ഇവിടെയാണ് പോയി, കംപ്ലീറ്റ് പോയി. നമ്മൾ ആരെ വിട്ടു? ദൈവം ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇത് വലിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴെല്ലാം, അതുകൊണ്ട് ഇപ്പം എൻ്റെ പ്രാർത്ഥന എല്ലാം അങ്ങനെയാണ്. ഞാൻ എൻ്റേതായ ഒന്നിനും പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ മറിച്ച് ഞാൻ ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വലിയ കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എനിക്കിങ്ങോട്ട് കൈമാറ്റണേ. അതാണ് പ്രാർത്ഥന. അത് ഇപ്പോൾ നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ പറയുമ്പോൾ എളുപ്പം മനസ്സിലാകണോണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഈ ഭൗതികമായ കാര്യങ്ങളൊന്നും അല്ലാതെ അത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഞാൻ പറയാം. ഞാനൊരിക്കൽ ജർമ്മനിയിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ വളരെ ലളിതമായിട്ട് പോയാൽ മതി എന്നുള്ള ഒരു വ്യവസ്ഥയിൽ ഞങ്ങളുടെ കയ്യിൽ കാറോ വാനോ ഒന്നും ഉണ്ടായില്ല. വേണ്ട, ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും വരണം, കുറച്ച് ദിവസത്തേക്ക് ഒരു കാറ് തരാമോ? അവർ ഇത്തിരി വഴക്കൊക്കെ പറഞ്ഞാലും തരും. നിങ്ങൾക്ക് പറഞ്ഞു കാറ് മേടിച്ചൂടെ, അതല്ലേ ഇതല്ലേ ഇത്രയും കാശില്ലേ എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ നമ്മൾ കേൾക്കും. അതൊക്കെയാണ് നമ്മൾക്ക് സുവിശേഷ വേലയ്ക്കുള്ള നിത്യസമ്മാനങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും. എന്നിട്ടും എനിക്ക് ഇച്ചിരി വേദന വന്നു. അപ്പോൾ മ്യൂണിച്ച് പട്ടണത്തിലൂടെ ഞങ്ങൾ അതിരാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കടം മേടിച്ച വണ്ടിയിൽ. അപ്പം ഞാൻ, കർത്താവേ, ഈ പട്ടണത്തിൽ മേഴ്സിഡീസ് ബെൻസിൻ്റെ പട്ടണമാണ്. ഒരുപാട് മേഴ്സിഡീസ് ബെൻസ് ഇങ്ങനെ ഓരോരുത്തരുടെയും വീടിൻ്റെ മുമ്പിൽ കിടക്കണം. നമുക്ക് ഒരു പാട്ടക്കാറ് പോലും ഇല്ല. നിനക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യണമല്ലേ? എന്തിനു പറയണു? കർത്താവ് പറഞ്ഞു, ഇന്ന് നിനക്ക് കാറ് കിട്ടും. ഞാൻ ഏതാണ്ട് ഇത്രയും നാളും ചോദിക്കാതിരുന്ന കാരണം തരാഞ്ഞ മാതിരിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മേഴ്സിഡീസ് ഒന്നും വേണ്ടട്ടോ, നമുക്കൊരു സാധാരണ എന്തെങ്കിലും ഒരു വണ്ടി, ഈ ഇതൊക്കെ കൊണ്ടുപോകാൻ 4-5 പേര് കയറാനും ലഗേജൊക്കെ നമ്മുടെ ഒരുപാട് മെറ്റീരിയലുണ്ട്. അത് കഴിഞ്ഞൊരു 9 മണിയായപ്പോൾ സ്ഥലത്ത് ചെന്നു. അവിടെ ഒരു വൃദ്ധരായ ദമ്പതിമാരെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അവരുടെ ഒരു മകൻ ഭയങ്കര ആൽക്കഹോളിക്കാണ്, അവനെ എന്തെങ്കിലും സഹായിക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേ
ഒരു മീൻ വായിൽ ഒരു സ്വർണ്ണ നാണയമായിട്ട് ഇങ്ങനെ വരണ ദർശനം കാണുകയാണ്. മീൻ മറ്റേ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഇതെന്താ? ഇവരുടെ വായിൽ ആ സ്വർണ്ണ നാണയം ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, അത് ഇവർ തരുന്നു. അയ്യോ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? നീ അവരോട് ഇത് പറയും. ഞാൻ പറയൊന്നുമില്ല. പിന്നെ ഇവർ കൗൺസിലിങ്ങിന് വന്നേക്കുന്ന ആൾക്കാരോട് ഇല്ല, അവർക്ക് അത്രയും മനസ്സിലാക്കാനുള്ള കഴിവില്ല. നീ പറയാണ്ട് പറ്റില്ല. ഞാൻ മല്ലടിക്കാൻ തുടങ്ങി. ഞാൻ പറയില്ല. എനിക്കപ്പോൾ ഭയങ്കര അഭിമാനമായിപ്പോയി ഇല്ലേ? നമുക്ക് അതുകൊണ്ടല്ലോ ഒരു പ്രശ്നം. നമ്മൾ ആരോടെങ്കിലും ചോദിക്കണം. നമ്മൾ കർത്താവിൻ്റെ വേലക്കാരെല്ലാം തരണം. ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. അവർ അങ്ങ് നടന്നു പോകാൻ തുടങ്ങി. ആ എന്ന് പറഞ്ഞ വാതിൽ കടക്കാറായപ്പോഴേക്കും കർത്താവ് ചെവിക്കിട്ടൊരു തിരുമ തന്നിട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു. അത്രയും രൂക്ഷമായിട്ടല്ല, പോയി ചോദിക്കും വേഗം. എന്നെ അങ്ങ് ആരോ തള്ളിവിട്ട മാതിരി ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് ക്ഷമിക്കണം, ഒന്ന് നിൽക്കാൻ പറഞ്ഞു. രണ്ടാമത് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് സുവിശേഷ വേലൊക്കെ ചെയ്യണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് നടക്കാനായിട്ട് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല. നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വണ്ടി ഇങ്ങനെ കടം മേടിച്ചിട്ടാണ് പോണത്. അയ്യോ, അങ്ങനെയാണോ? അപ്പോൾ എന്ത് വേണം? അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി കർത്താവ് തരാമെന്ന് പറഞ്ഞു. അത് നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഓ, എങ്ങനത്തെ വണ്ടി വേണം, എന്ത് വേണം കേട്ടു. ഒരു കുഴപ്പമില്ല, അത് ഞങ്ങൾ തരാം. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ നാൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചേക്കാണ്, വണ്ടി റെഡിയാണ്, ഞങ്ങളങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവർ പറയാണ്, അവരവിടെ നിന്ന് പുറത്തിറങ്ങി ആ ടേണിങ്ങിൽ കാർ ഫോർ സെയിൽ, സെക്കൻഡ് ഹാൻഡ് കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു കട കണ്ടു. അവിടെ കയറിയപ്പോൾ നീ പറഞ്ഞ മാതിരി തന്നെയുള്ള വണ്ടി അവിടെ സെയിലിനിട്ടേക്കണം. അതപ്പം തന്നെ കച്ചവടമാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാനീ പറയണത് ചില ഭൗതിക ഉദാഹരണം, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ളതാണല്ലോ. നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളെല്ലാം ഇങ്ങനെയല്ലേ നടക്കണേ. എന്നാൽ ഇതെല്ലാം ഒരു അടയാളം മാത്രമേ ഉള്ളൂ. എന്തിൻ്റെ? അദൃശ്യമായ ദൈവീക കൃപാവരത്തിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെയും ഒരടയാളമാണ്. എനിവേ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം. അതാണ് എല്ലാം എല്ലാം എല്ലാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ഇവിടെയാണ് രക്ഷ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. ഇതാരാണ്? ഇതെന്താണ്? എന്താണ് ഈ സഹായം? ആരാണ് ഈ സഹായം? ഈശോ മിശിഹായുടെ വരവ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന സഹായമാണ്. ഞാൻ മറ്റൊരു സഹായകനെ കൂടി അയക്കും. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നുള്ള രക്ഷയുടെ സഹായമില്ലാതെ ഒരു മനുഷ്യനും അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക സാധ്യമല്ല എന്ന് ഈ സങ്കീർത്തനങ്ങളിലൂടെ ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പേ പാടി പ്രാർത്ഥിക്കുകയും ഈശോ തന്നെ എല്ലാ ദിവസവും ഇത് പാടുകയായിരുന്നു. ഇതൊക്കെ ഈശോ പാടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോയുടെ പ്രഘോഷണങ്ങളിലെല്ലാം ഈ സങ്കീർത്തനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സഹായം. ഞാനൊരു ചെറിയ ഇടവേള തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏതായാലും കുർബാന 11:45 കുർബാന. അതിന് മുമ്പായിട്ട് നമുക്ക് ഇടവേള എടുക്കാം ഇല്ലേ? അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇടവേള. അതോ ഇപ്പോൾ വേണോ?
വേണ്ട അല്ലേ? എന്നാൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മളൊന്ന് പാടണം. സങ്കീർത്തനം പാടണം നമ്മൾ. ഇനി പാടുമ്പോൾ ഈ ബോധ്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കേട്ടതിൽ നിന്നും ഇത്രയും വന്നതിനെ ഒന്ന് റീകളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെയോ ഈ ജീവിതത്തിൻ്റെയോ ഒരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിടുക. അതിനേക്കാൾ ഉന്നതമായ ദൈവരാജ്യത്തിൻ്റെ മരണശേഷം തന്നെ ഉള്ളതുമാകാം. ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയാണെന്നും ഒന്നും ഈ ജീവിതത്തിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ ഒരാഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ അങ്ങ് അടിയറ വെച്ച് വിട്ടുകൊടുക്കൂ. എങ്കിൽ മാത്രമേ ഈ ദൈവിക രഹസ്യം വെളിവാകുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്ന തോന്നണേ. വിട്ടുകൊടുത്തോ? ഇപ്പൊ തന്നെ സ്വർഗത്തിൽ പോകാൻ തയ്യാറാണോ? അപ്പോൾ പിള്ളേരും ഇവരൊക്കെ കർത്താവ് നോക്കും അവരെ, ഇല്ലേ? അങ്ങനെ പൂർണ്ണമായിട്ട് ഇന്ന് വേണമെങ്കിൽ മരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളവർക്ക് കരമുയർത്തിയേ. അങ്ങനെ കരമുയർന്ന് നിൽക്കട്ടെ. ഈ ബോധ്യത്തോടു കൂടി നമുക്ക് പാടാം സങ്കീർത്തനം. ഷാജിയാണ് ഏറ്റവും ആദ്യം പൊക്കണ കൈ. ഓക്കെ, റെഡി? കുഴപ്പമില്ല, എല്ലാം കൂടി നമ്മൾ ഈ സങ്കീർത്തനം പാടാൻ പോവുകയാണ്. ഇത് പാടുമ്പോൾ ഈ ബോധ്യത്തോടെ പാടുക. കൃപ എന്നത് ദൈവികത മാനുഷികത ലയിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ജ്വലിക്കാൻ വേണ്ടിയാണ്. ഈശോയോടൊപ്പമാണ് പാടുന്നത്, മാതാവിനോടൊപ്പമാണ് പാടുന്നത്, ഔസേ പിതാവ്, പിന്നെ എല്ലാ വിശുദ്ധരോടും ഒപ്പമാണ് പാടുന്നത്. യെസ്.